ഇവിടുന്ന് കടത്തി. അല്ല, ഫെബ്രുവരി 12 കിട്ടിയ ഏറ്റവും നല്ല സർപ്രൈസ് പറയുന്നത് ഞാനാണ്. അതൊരു 10 ദിവസം മുമ്പേ. ഹലോ ഗായ്സ്, ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അത് നിങ്ങൾക്കാർക്കും അറിയത്തില്ലായിരിക്കും, പക്ഷെ എന്റെ ചുറ്റിനുള്ള കുറച്ച് പേർക്ക് അത് അറിയാമായിരുന്നു. എങ്കിലും അവർക്ക് അറിയാനുള്ള സത്യം എന്നോട് പറയുന്നില്ലായിരുന്നു. അതെ, 2 ദിവസം മുന്നേ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന കാര്യം. അതൊരു 10 ദിവസം മുമ്പേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ കുറെ ആൾക്കാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ കുഞ്ഞു രീതിയിൽ ആഘോഷിച്ച ഒരു കുഞ്ഞു ബർത്ത്ഡേ. വേറൊന്നുമില്ല ഗൈസ്, ബർത്ത്ഡേ ആഘോഷിച്ചു എല്ലാവരും കൂടെ. നല്ല രസമായിരുന്നു. കുറെ സർപ്രൈസസ് ഒക്കെ കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലിട്ടിരുന്ന ആ ഒരു കോലത്തിൽ എന്നെ കൊണ്ട് ലുലു മാളിൽ പോയതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അതും പോരാത്തതിന് അവിടെ ചെന്നിട്ട് പ്രിൻസസിന്റെ ഡ്രസ് ഇട്ടു ഗൈസ് എന്ന് ചോദിച്ച കൂട്ടുകാരാണ് എനിക്കുള്ളത്. അറിയാണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞു പോയി, പ്രിൻസസ് ആവണം എന്ന്. അത് ഇറങ്ങിയത് പ്രിൻസസ് അല്ല, ഒരു മോഡേൺ പ്രിൻസസ് ആയി പോയി. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ബർത്ത്ഡേ പാർട്ടി? വളരെ ഗംഭീരമായ ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അതെ, ഫൺ ഫാക്ടർ എന്തുവായിരുന്നു? ഒന്നും അറിയാത്ത രീതിയിൽ വന്ന് നിൽക്കുന്നതായിരുന്നു വളരെ ഫൺ ഫാക്ടർ. അങ്ങനെ തന്നെയാണോ? എല്ലാം ഒന്നും അറിയത്തില്ലായിരുന്നു, കുറച്ചൊക്കെ ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ലുലുമാളിൽ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ലുലുമാളിൽ പോകേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. അത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ കിട്ടി. ഇതേ ഞാൻ ഇട്ടേക്കുന്ന കംപ്ലീറ്റ് ആക്സസറീസ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഇതിങ്ങനെ തുറന്ന് കാണിക്കാൻ എനിക്ക് ഇങ്ങനെ എങ്ങനെ ഇരിക്കാം. അപ്പൊ കുറെ ഗിഫ്റ്റ് കിട്ടുകൊണ്ട് തന്നെ സന്തോഷം. തന്നിട്ടില്ല, ബർത്ത്ഡേകൾ ഞങ്ങൾക്ക് ഒരു ട്രീറ്റും തന്നിട്ടില്ല. ഓരോ കഴിവുകൾ പറഞ്ഞ് അത് നീട്ടി കൊണ്ടുവരുന്നു. നിങ്ങൾ ഇതിന് ഞങ്ങളോട് പ്രതിഷേധിക്കണം. ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരാൻ ഈ ബർത്ത്ഡേ ഗേളിനോട് പറയണം ഗൈസ്. ഒരു ഉളുപ്പില്ലാതെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഞങ്ങളോട് നിർബന്ധിച്ച് സ്റ്റാറ്റസും സ്റ്റോറിയും പിടിപ്പിച്ചിട്ട് ഒരു മുട്ടായി പോലും വായിച്ചു തന്നില്ല ഗൈസ്, ഒരു മുട്ടായി പോലും. അപ്പൊ ഇന്നലെ എന്റെ ബർത്ത്ഡേ ഇവർ എങ്ങനെ ആഘോഷിച്ചെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്. ഇതാണ് ബിഫോർ. ഇനി നമ്മൾ പ്രിൻസസ് ആവാൻ പോവുകയാണ് ഗൈസ്. എവിടെയാണ് അച്ഛനെ നമ്മൾ വന്നേക്കുന്നത്? ലുലു മോൾ. എന്തിനാ വന്നേക്കണത്? ജസ്റ്റ് വീടിന്റെ താഴെ വരാം, നമുക്ക് ഇപ്പം തിരിച്ചു വരാമെന്ന് പറഞ്ഞു. രാത്രി ഒരു 9 മണിയായപ്പോൾ എന്നെയും വിളിച്ചോണ്ട് പോയി പോക്കാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നിരുന്ന കോലമാണ്. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നേരെ എന്നെ കൊണ്ട് പോയത് ലുലു മാളിലോട്ടാണ്. ആക്ച്വലി ഞാൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു ആ ഡ്രസ്സിൽ, കാരണം വീട്ടിൽ നിന്നിരുന്ന കോലമാണ്. ബട്ട് ഇതൊരു സർപ്രൈസ് ആയതുകൊണ്ട് ഓക്കെ, ലെറ്റ്സ് എൻജോയ് എന്നുള്ള രീതിയിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പോയി കയറി. അവിടെ ചെന്നപ്പോൾ എനിക്ക് നല്ലൊരു ഡ്രസ്സ്, അതിൻ്റെ കൂടുതൽ ആക്സസറീസും കാര്യങ്ങളും എല്ലാം വാങ്ങി ബില്ല് ചെയ്ത്, എന്നിട്ട് അതേ ഡ്രസ്സിൽ അവിടുന്ന് റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് ഡ്രസ്സ് വാങ്ങി തന്നു. ബട്ട് ഫർദർ പ്ലാൻസ് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു. ഹേ ഗായ്സ്, ഇതാണ് പുതിയ ലുക്ക്. ഓക്കെ, ബർത്ത്ഡേ ലുക്ക്. ഒരു ഫുൾ സർക്കിൾ അടിക്കൂ എല്ലാവരും കാണട്ടെ. ഒരു സർക്കിൾ അടിക്കൂ ഗൈസ്. ഇങ്ങോട്ട് വരൂ ഗൈസ്. വാവ്, തിരിയൂ, തിളങ്ങട്ടെ. വാവ്, ഓക്കെ. യെസ് ഗൈസ്, ലാസ്റ്റ് ആരായി നിങ്ങൾ? യെസ്, ഓ മൈ ഗാഡ്. ഓക്കെ ഇൻഫ്ലുവൻസർ, അടുത്തത് നമ്മൾ എങ്ങോട്ടാണ് പോണത്? അവിടെ നോക്കൂ, ഇൻഫ്ലുവൻസർ ആണ് നടക്കുന്നത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് എന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഐ നോ സം പ്ലാൻസ് ആർ ദെയർ, ബട്ട് എന്താണെന്നുള്ളത് അറിയില്ല. സോ ഐ വാസ് സോ മച്ച് എക്സൈറ്റഡ്.
അങ്ങനെ ബർത്ത്ഡേയുടെ പ്രധാന ചടങ്ങുകളായ കേക്ക് കട്ടിങ്ങും കേക്ക് മുറുക്ക് വരുത്തേക്കലും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊരു കുറച്ച് ഫുഡ് കഴിക്കാം ഗൈസ്. ഫുഡ് നമുക്ക് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു, ബിരിയാണി ആയിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് ഓൾറെഡി അവരത് ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. ഞാൻ പുറത്ത് വന്നപ്പോൾ വലിയൊരു ബാഗ് ഓടിരിക്കുന്ന കണ്ടു, ഫുഡ് കൊണ്ട് വെക്കുന്നതും കണ്ടു. പക്ഷേ അകത്താരൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പം സർപ്രൈസ് എല്ലാം ശരിക്കും സർപ്രൈസായി ഗൈസ്. ഓക്കെ, എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സർപ്രൈസ് ആയിരുന്നു. ഐ എം സോ മച്ച് ഹാപ്പി അബൌട്ട് ദാറ്റ്. നൈറ്റ് ഒരു 9:30 വരെ ഞാൻ ഈ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. മോർണിംഗ് തൊട്ട് ആ ഒരു ടൈം വരെ ഞാൻ ഇതിൽ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ അന്നേരം ഒന്നും ഇവിടെ ആരും പുറത്ത് പോയിട്ടില്ല. പുറത്ത് പോയിട്ടുള്ളപ്പോഴും കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഇത്രയും പ്ലാനിങ് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. സോ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ള ഈ റൂം എല്ലാം എൻ്റെ ഡെക്കറേഷനും പരിപാടി എല്ലാം ചെയ്തു. അവരെല്ലാം ഭയങ്കര ടയേർഡായി. എനിക്ക് വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവർക്ക് വേണ്ടി ഫുഡ് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. സോ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുത്ത് നല്ല സന്തോഷമായിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ എനിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയായിരുന്നല്ലോ, അതെനിക്ക് പൊട്ടിച്ച് നോക്കാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കിങ്ങനെയുള്ള കുട്ടി കുട്ടി സർപ്രൈസസ് ഗിഫ്റ്റ് ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റുള്ള കാര്യമാണ്. സോ ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ ഞാൻ അന്നേരം തന്നെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് നോക്കി. എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സോ ഇത്രയും എഫോർട്ടിട്ട് എല്ലാവരും എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. സോ മച്ച് ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒത്തിരി സന്തോഷമുണ്ട്. വീഡിയോ എടുത്ത് ഇനി വേറെ സാധനമുണ്ട് അവിടെ ഇവിടെ കട്ട് ചെയ്തിട്ട് നീ അവിടെ ഇതെനിക്ക് വേറെ ഗിഫ്റ്റ് കിട്ടിയതോ ഇല്ല, ആ കാശ്മീർ. ഓക്കെ. അപ്പം എന്റെ ആ ചെറിയ വലിയ ബർത്ത്ഡേ ഫംഗ്ഷൻ ഗംഭീരമാക്കി തീർത്ത എന്റെ എല്ലാ സുഹൃത്തുക്കളോടും നന്ദി.